ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനത്തിനായി യെശയ്യാവ് 42:17 വായിക്കുന്നു. വിഗ്രഹങ്ങളെ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞ് ഏറ്റവും ലജ്ജിച്ചു പോകും. വിഗ്രഹങ്ങളിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകും. കാരണം വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും കൊണ്ടുള്ളവയാണ്. അത് മനുഷ്യൻ്റെ കൈവേലയാണ്. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. വിഗ്രഹങ്ങളെ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകും. വചനത്തിലേക്ക് മടങ്ങുമ്പോൾ മോശ ദൈവസന്നിധിയിൽ പർവ്വതത്തിൽ കയറിപ്പോയതിനു ശേഷം ഇറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടപ്പോൾ ജനം ഒന്നിച്ച് അഹരോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച മോശയ്ക്ക് എന്തു സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട് നിങ്ങളുടെ കയ്യിലുള്ള പൊന്നും വെള്ളിയും കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൊടുത്തു. ഉടനെ അതിനെ ഒരു വിഗ്രഹമുണ്ടാക്കി കൊടുത്തു. അപ്പോൾ ജനം, ഇതാ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമെന്ന് പറഞ്ഞു. അതിൻ്റെ മുമ്പിൽ അവർ ഉത്സവം ആചരിക്കാൻ തുടങ്ങി. എത്ര അന്ധരായിപ്പോയി അവർ! എത്ര അത്ഭുതമായി കടിഞ്ഞൂൻ സംഹാരത്തിലൂടെ മിസ്രയീം ദേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ പൂർണ്ണമായി മറന്ന് കാളക്കുട്ടി ആരാധിക്കുന്ന ജനം! എത്ര ശോചനീയം, എത്ര ലജ്ജാകരം! പലപ്പോഴും നാമും ഈ കൂട്ടത്തിലായി പോകാറില്ലേ? നാം ആരെ വിശ്വസിക്കുന്നു എന്നും അവൻ എത്ര ഉന്നതനാണ്, മഹോന്നതനാണ് എന്നും മറക്കാറുണ്ടോ? വലിയവനായ ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യ ബുദ്ധിയിൽ ആശ്രയിച്ച് പോകാറുണ്ടോ? അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുമെന്നാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്. പുറപ്പാട് 20:23 പറയുന്നു, എൻ്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. ദിവസം മോശയെ കാണാതായപ്പോൾ അവർക്ക് അവരുടെ മുമ്പാകെ നടക്കാൻ ഒരു ദൈവം വേണമെന്ന് പറഞ്ഞു. അഹരോന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അഹരോൻ അതിനെ കൂട്ടുനിന്നു. ദൈവം മോശയുടെ മധ്യസ്ഥത മൂലം അഹരോനെ രക്ഷിച്ചു. നേതൃത്വത്തിന് വലിയ ചുമതലയുണ്ട്. ആടുകൾ തെറ്റിപ്പോകാൻ ഇടയന്മാർ കാരണമാകുന്നു. കാളക്കുട്ടിയെ ഉണ്ടാക്കിച്ചവർ എത്രമാത്രം ലജ്ജിച്ചുപോയി എന്ന് നാം തുടർന്ന് മനസ്സിലാക്കുന്നു. മോശ മടങ്ങി വന്നപ്പോൾ ജനം കാളക്കുട്ടിയുടെ മുമ്പാകെ നൃത്തം ചെയ്യുന്നത് കണ്ടു കോപിച്ചു. പർവ്വതത്തിൽ നിന്ന് കൊണ്ടുവന്ന 2 കൽപ്പനകളും എറിഞ്ഞ് പൊട്ടിച്ചു. കാളക്കുട്ടിയെ തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. അഹരോനോടും കോപിച്ചു. എന്നാൽ മോശ തനിയെ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തരും താൻ്റെ വാൾ അരിക്ക് കെട്ടി പാളയത്തിലേക്ക് കടന്ന് ഓരോരുത്തരും താൻ്റെ സഹോദരനെ കൊന്നുകളവീൻ എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. പുറപ്പാട് 32 നാം കാണുന്നു. എത്ര ലജ്ജാകരം! വിഗ്രഹങ്ങളിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകും എന്ന് നാം വായിച്ച വചനം പോലെ തന്നെ സംഭവിച്ചു. ഇന്നും യഹോവയിൽ ആശ്രയിക്കാത്തവർ എല്ലാവരും ലജ്ജിച്ചു പോകും. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് വിഗ്രഹങ്ങളായ അനേക കാര്യങ്ങൾ ആശ്രയിക്കാതെ ജീവിക്കാം. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും യഹോവയിൽ തന്നെ ആശ്രയമായി ജീവിക്കാൻ ഇടവരട്ടെ. സങ്കീർത്തനം 25:2 എൻ്റെ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്ന സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന പോലെ ഓരോ ദിവസവും ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.